കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് ശേഷം നടക്കുന്ന കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഈ മാസം 22-നാണ് തെരഞ്ഞെടുപ്പ്. കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ അമ്പാട്ട്, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സിന്ധു സതീഷ്, മഹിളാ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ വിജയകുമാരി അനിലൻ, കർഷക മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി സുഷിതാംബരൻ, ബാബു കോലോത്ത്, രമിത് സുബ്രഹ്മണ്യൻ, KC ബാബു, നന്ദനൻ, ഗോപാലൻ, CV നിതീഷ്, MS രഞ്ജിത്ത്, കൌൺസിലർ TK ഷാജു എന്നിവരാണ് NDAയുടെ മത്സരാർത്ഥികൾ. 13 സീറ്റുകളിലേക്ക് നടക്കുന്ന മത്സരത്തിൽ 12 പേരാണ് NDAക്ക് വേണ്ടി പത്രിക സമർപ്പിച്ചത്. എന്നാൽ MS രഞ്ജിത്തിന്റെ പത്രിക തള്ളിയതോടെ 11 പേർ മാത്രമാണ് NDAക്ക് വേണ്ടി മത്സര രംഗത്തുള്ളത്. 40 വയസ്സിന് താഴെയുള്ള വനിതാ സംവരണ സീറ്റിലേക്കും NDA സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിരുന്നില്ല. കരുവന്നൂർ ബാങ്ക് സമരമുഖത്തുണ്ടായിരുന്ന കോൺഗ്രസ് കരുവന്നൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് നേരത്തെ DCC പ്രസിഡന്റ് അറിയിച്ചിരുന്നു. LDF സ്ഥാനാർത്ഥികൾ 13 സീറ്റിലേക്കും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി അവസാനിക്കുന്നതോടെ 2 ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ എതിരില്ലാതെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. 40 വയസ്സിന് താഴെയുള്ള വനിതാ സീറ്റിലേക്ക് അഡ്വക്കേറ്റ് സുജില നിതീഷും നിക്ഷേപ സംവരണ സീറ്റിലേക്ക് PK വത്സലനുമാണ് എതിരില്ലാത്തത്. ഈ മാസം 22-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 13,000-ഓളം വോട്ടർമാർക്കാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ അവകാശമുള്ളത്.